ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്ത് ജയിലിൽ തുടരും. കസ്റ്റഡി അപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ശനിയാഴ്ച പരിഗണിക്കും. അന്ന് തന്നെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് രഞ്ജിത്തിന്റെ വാദം. ഇതിനിടെ ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് യൂണിറ്റുകളിൽ നിന്ന് രഞ്ജിത്തിനെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ശനിയാഴ്ച അറിയാം പോലീസ് കസ്റ്റഡിയാണോ അതോ ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യം. പക്ഷേ അതുവരെ രഞ്ജിത്ത് ജയിലിൽ തുടരണം. ഇല്ല, രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വിടും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ കസ്റ്റഡി അപേക്ഷ അത് പരിഗണിക്കുന്നത് ശനിയാഴ്ചയാണ്. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുക. സാധാരണഗതിയിൽ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനമുണ്ടായ ശേഷമാണ് ജാമ്യഹർജി പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് രാവിലെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അതിനുശേഷം ഉച്ചയ്ക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതുവരെ നിലവിൽ ജയിലിൽ തന്നെ രഞ്ജിത്ത് തുടരേണ്ടി വരും. മറ്റ് ഓപ്ഷനുകളൊന്നും തന്നെ ഇല്ല. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ വളരെ കൃത്യമായി പറയുന്നത് പരാതി വ്യാജമാണ്, തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിന്റെ ഫലമായാണ് ഈ പരാതി വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ICCക്ക് പരാതി നൽകാതിരുന്നത്, പോലീസിൽ പരാതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും രഞ്ജിത്ത് ജാമ്യഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രോസിക്യൂഷൻ ആകട്ടെ രഞ്ജിത്തിനെതിരെ തെളിവുകളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രഞ്ജിത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ മുന്നോട്ട് പോക്കിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഒരു കാരവാനിൽ വെച്ചാണ്. അത് ഏത് കാരവാനാണെന്ന് പ്രതിയിൽ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒപ്പം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ രണ്ടിലും ഈ കസ്റ്റഡി അപേക്ഷയിൽ തീരുമാനം ശനിയാഴ്ചയും ഒരുപക്ഷെ ഈ ജാമ്യഹർജി തിങ്കളാഴ്ചയോടുകൂടിയൊക്കെ ആയിരിക്കും വിശദമായ വാദത്തിലേക്ക് പോകുക. ശരി, എന്തായാലും ശനിയാഴ്ച വരെയെങ്കിലും രഞ്ജിത്ത് ജയിലിൽ തുടരണം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.